ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രണ്ട് LED TV ആണ് നന്നാക്കാൻ പോകുന്നത്. രണ്ട് LED TV. ഒന്ന് MIയുടെ ഒരു TV, MI. മറ്റേത് iFalcon എന്ന് പേരാണ്. iFalcon. MI കുറച്ച് സ്റ്റാൻഡേർഡാണ്. iFalcon സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. നോയിഡ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എന്നാണേലും iFalconഉം MIയും ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ടും നല്ല ഇടിവെട്ടിയ TVകളാണ്. ഇപ്പോൾ ഭയങ്കര ഇടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇപ്പോൾ മൊത്തം ഇടിവെട്ടായിരുന്നു. ഇടിവെട്ടെന്ന് പറഞ്ഞാൽ TV ഇടിവെട്ടാന്നല്ല, അന്തരീക്ഷത്തിൽ തണ്ടാം ഇടിവെട്ടായിരുന്നു. പിന്നെ ഈ ഫോൺ ബെല്ലടിച്ച് ഞാൻ മരിക്കുകയാണ്. നമ്മൾ ഈ വർക്കിംഗ് ടൈമിൽ ഒന്ന് ഫോൺ ചെയ്യാതിരുന്നാൽ നല്ലതാണ്, കാരണം ജോലിയൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ഈ TV അഴിക്കാം. ആദ്യം നമ്മൾ MI ആണ് അഴിക്കാൻ പോകുന്നത്. ഇടിവെട്ടി ഡെഡാണ്. അവനെ എങ്ങനെയെങ്കിലും ഓണാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം, അല്ല ചിലപ്പോൾ ബോർഡ് മാറേണ്ടി വരും. അപ്പോൾ എന്നിട്ട് അഴിച്ചോ. MI മോഡൽ നമ്പർ വായിക്കാൻ നോക്കി. മോഡൽ നമ്പർ L32M5AL. മോഡൽ നമ്പർ L32M5AL എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് TV ആണ്. MIയുടെ ആൻഡ്രോയിഡ് TV ആണ്. 32 ഇഞ്ചാണ്. അവനെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കി. ഇടിവെട്ടിയ സാധനങ്ങൾ നന്നാക്കി എടുക്കുക ഇച്ചിരി പാടാണ്, എന്നാലും ഒന്ന് ശ്രമിക്കുകയാണ് ഞാൻ. കാരണം ഈ അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രൂ എല്ലാം ഒന്ന് അഴിച്ചെടുക്കുകയാണ്. ഇടിവെട്ടെന്ന് പറയുന്ന സാധനം ഗോഡ്സ് ആക്റ്റാണ്. അതിന് വരുന്ന അതിൻ്റെ ശരിക്കും ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് തരാനുണ്ട്. ഞങ്ങളുടെ അയലോക്കത്തെ ഒരു വീട്ടിൽ ഇടി വെട്ടിയിട്ടുണ്ട്. അവരുടെ ഒത്തിരി സാധനമെല്ലാം നശിച്ചു. എൻ്റെ കഥ പറയാം. ആദ്യം ഇത് സ്ക്രൂ എല്ലാം അഴിച്ചു. നമുക്കിതിനെ എടുക്കാം. ആദ്യം ഈ പീസ് ഇതുപോലെ സൈഡിലേക്ക് ചരിച്ചാൽ മതി. ഒരു സൈഡിലേക്കാണ് അത് പോകുന്നത്. എങ്ങോട്ടാന്ന് നോക്കി ഒരു സൈഡിലേക്ക് വരും. അങ്ങനെ അങ്ങോട്ട് സിപ്പ് ചെയ്ത് നോക്കി. പോകുന്നു. അത്രേ ഉള്ളൂ. അത് അവിടുന്ന് മാറ്റി വെച്ചു, മേശ വെക്കണ്ട, അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡ്. അതവിടെ പൊട്ടി വലിച്ചതാണ് അവർ പശ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പശ ഇട്ടിരിക്കുന്ന അത് MI. നോക്കട്ടെ എന്താണ് പറ്റിയതെന്ന് നോക്കാം. അതാണ് രസം എപ്പോഴും. അതെ, റിവേഴ്സ് അടിച്ചു വരുന്നതുകൊണ്ടായിരിക്കും ഈ ഫ്യൂസിന് കുഴപ്പമില്ലാതെ വരുന്നത്. റിവേഴ്സ് അതായത് ഈ HDMI വഴി ഇതുവഴിയൊക്കെ ആയിരിക്കും മിക്കവാറും ഇടിവെട്ടുന്നത് ഇതേ. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്യൂസ് AC കറണ്ട് വഴി വെട്ടിങ്ങി മാത്രമേ ഈ ഫ്യൂസ് പോവുള്ളൂ. അതുവഴി വെട്ടുന്ന കംപ്ലൈൻറ്റുകളാണ് നമുക്ക് കുറച്ച് സൗകര്യം ചെയ്യാനൊക്കെ. അല്ലാതെ ഈ HDMI വഴി അതിലേക്ക് വെട്ടിയെല്ലാം വരുന്ന കംപ്ലൈൻറ്റുകൾ നമുക്ക് വലിയ തലവേദനയാണ്.
അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. പവർ സപ്ലൈ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈയിൽ ഇവിടെ ഒരു 4 ഡയോഡുണ്ട്, പിന്നെ ഒരു റെഗുലേറ്റർ ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇതെല്ലാം മാറ്റി ഇപ്പോൾ സെറ്റ് ഓണായി. പക്ഷേ ഓണായിട്ടും പ്രയോജനമില്ല. ഈ മെയിൻ ഐസിക്കിട്ട് അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സെറ്റ് ഓണായിട്ട് ഓഫായി പോകും. ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. മിക്കവാറും ഇതിൻ്റെ ബോർഡൊക്കെ കിട്ടുന്നതാണ് പുതിയത്. അത് നമുക്ക് മേടിച്ച് മാറേണ്ടി വരും. എന്നിട്ട് പണിയാൻ പറ്റത്തില്ല. ഇതാ ഈ ഹീറ്റ് ഇങ്ങോട്ട് കാണിച്ചു. ഈ ഹീറ്റ് സിങ്ങിൻ്റെ അടിയിലാണ് ഈ മെയിൻ ഐ സി ഇരിക്കുന്നത്. പിന്നെ ഇതെല്ലാം മെമ്മറി ഐ സികളൊക്കെയാണ്. ഇടി ആയതുകൊണ്ട് പിന്നെ അതൊക്കെ ഏതൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ പവർ സപ്ലൈ റെഡിയാക്കിയ ഭാഗം ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മദർ ബോർഡ് വന്നു കഴിഞ്ഞ് മാറ്റി കിട്ടുന്നത് കാണിക്കാം. അതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. MI ഇപ്പം നമുക്ക് പവർ സപ്ലൈ റെഡിയായി. ഇത് പവർ സപ്ലൈ റെഡിയാണ്. ഞാൻ വേറെ പവർ സപ്ലൈയും പുറത്തുനിന്ന് കൊടുത്തു നോക്കി. അപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മെയിൻ ഐ സി ആൻഡ്രോയിഡിൻ്റെ ബോർഡാണ്, ആൻഡ്രോയിഡ് ഐ സി ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ആ ഐ സിക്കിട്ട് ഞടുക്കം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇടി വെട്ടുമ്പോൾ സാധാരണ കത്തി ഓണാകാതെ പോകേണ്ടത് അങ്ങ് പോയില്ലെന്ന് മാത്രം, പൂർണ്ണമായിട്ട് പോയില്ലെന്ന് മാത്രം. ഇനി സോഫ്റ്റ്വെയർ എറർ വന്നതല്ലെന്ന് തോന്നുന്നു. അത് മൊത്തത്തിൽ അങ്ങ് ഓഫായി പോവുകയാണ്. എന്നാണേലും ഇതിനിട്ടൊക്കെ വലിയ വിലയൊന്നുമില്ല. അതിൻ്റെ ബോർഡൊക്കെ കിട്ടും. ഇതിൻ്റെയൊക്കെ പണിതുകൊണ്ടിരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒത്തിരി വർക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഞാൻ ഇപ്പോൾ അവരെ വിളിച്ച് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണിത് ശരിയായി മീഡിയ പ്ലെയറിൽ കിടക്കുന്നു. ഇതിപ്പോൾ ഒരു 10 സെക്കൻഡ് ഓണായി അങ്ങ് വരുമ്പോഴത്തേക്ക് ഈ സാധനം ഓഫായി പോകും. കണ്ടോ, ഓഫായി. പക്ഷേ പവർ സപ്ലൈ പോകുന്നില്ല. അതിൻ്റെ പ്രോസസ്സർ അടിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ ഓണാക്കി വിട്ടാൽ പിന്നെ ഈ സാധനം ഓണായി വരും, വീണ്ടും ഓഫായി പോകും. അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല. അതിന് അടുത്ത സ്റ്റേജിലേക്ക് അതിന് പോകാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. MI നിന്ന് വന്നു. ബാക്കി ഈ കാര്യങ്ങളൊന്നും എല്ലാം ഓണായി അവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് റിമോട്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടതാണ്. വലിയ കുഴപ്പമില്ലാത്ത സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല മദർ ബോർഡും അത്യാവശ്യം നല്ല പാനലും ഒക്കെ ഇരിക്കുന്നത്. ഇടി വെട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നല്ല TV ആണെങ്കിലും ഇടി വെട്ടിയാൽ പണി കിട്ടും. അതുകൊണ്ട് ഇടി ഇപ്പോൾ കണ്ടമാനം കേരളത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് എല്ലാം ഊരിയിടണം. ഓഫായില്ല. ഇനിയിപ്പോൾ ഇത് ഓണായി വരുന്നേ ഉള്ളൂ. ഓണായി വന്നു. ഓണായി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടതാണ്. ഇതിനി ഒരു ഓഫാനേ പാടില്ല. ഓഫായി. അപ്പോൾ നമുക്ക് അത് വേറെ മദർ ബോർഡ് പുതിയത് മേടിച്ചിട്ട് ഇതിനി കാണിക്കാം. ഇപ്പോൾ തക്കാലം ഇതിൻ്റെ വർക്ക് ഇവിടെ നിർത്തുവാണ്. അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഐഫാൾക്കനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഇച്ചിരി ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. സമയം ഒത്തിരിയായി. അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക്.